വളരെ ഫേമസ് ആയ ബോംബെ സ്ട്രീറ്റ് സേവ് പൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. വളരെ സിമ്പിളായ രീതിയിൽ എൻ്റേതായ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് കേട്ടോ ഞാൻ ഇതിവിടെ ഉണ്ടാക്കുന്നത്. എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ല കേട്ടോ. അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാലും. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വാളംപുളി, പിന്നെ ഒരു 5-6 ഡേറ്റ്സ് കുരുവെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു നുള്ളു ഉപ്പ്, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തു. ഇവിടെ ഞാൻ ഈ സോസ് തയ്യാറാക്കുമ്പം മൂന്നും ഒരുമിച്ചാണ് കേട്ടോ. എരിവ്, പുളി, മധുരം ഇതെല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു സോസാണ് ഉണ്ടാക്കുന്നത്. സാധാരണ സ്ട്രീറ്റിലൊക്കെ ഉണ്ടാക്കുമ്പോൾ സെപ്പറേറ്റാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ പണി എളുപ്പമാണ്. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു പൂരി തയ്യാറാക്കിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ സേവ് പൂരിക്ക് പരന്നിരിക്കുന്ന പൂരിയാണ്. ഇത് ഞാൻ പാനിപ്പൂരിയുടെ പൂരിയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. എയർ ഫ്രയറിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തൂത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയി കിട്ടി കേട്ടോ. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ആ ഡേറ്റ്സ് എല്ലാം ഇല്ല, അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മിക്സിയിലിട്ട് വേണമെങ്കിൽ നന്നായിട്ട് അരിച്ചെടുക്കാം. ഞാൻ എന്തായാലും അരിപ്പയിൽ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, വളരെ കുറച്ച് ചേർത്ത്. ഇനി വേണ്ടത് നമുക്ക് ഈ ഒരു മിക്സ്ചറാണ് കേട്ടോ. ഇത് ഈ മഞ്ഞ കളറിലെ കുഞ്ഞു ഇതുള്ളത്, ഈ സേവാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചെറുതാക്കി ചോപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് എരിവില്ലാത്ത പച്ചമുളകാട്ടോ എടുത്ത് ഞാൻ ചേർത്തിരിക്കുന്നത്. പിള്ളേർക്കൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ അത് ഒഴിവാക്കാവേ. പിന്നെ ഈ മല്ലിയില ഇവനില്ലാതെ ഒരു രക്ഷയില്ല. ഇവന് മസ്റ്റാണ്. ഈ ഒരു സാധനത്തിന് ടേസ്റ്റ് കിട്ടുന്നതേ ഈ ഒരു മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു കാരണവശാലും ഇത് ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. ഇത് വളരെ ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതിന് വേണ്ട എല്ലാം ചെറുതാക്കി വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പൂരി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ പാനിപ്പൂരിക്കൊക്കെ ഉണ്ടാക്കുന്നതല്ല, മേളിൽ ഇതുപോലെ കുറച്ച് പൊട്ടിച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തോരാണ് ആവശ്യം അതനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പൊട്ടറ്റോ ബോയിൽ ചെയ്ത് നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം അതിൻ്റെ മേലിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ സോസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഗ്രീൻ സോസ് വേണമെങ്കിൽ മറ്റേ പുതിനയെല്ലാം വെച്ചിട്ടുണ്ടാക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പറയില്ല, എളുപ്പത്തിലുള്ള ഒരു രീതിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ശേഷം കുറച്ച് സേവ് ഇതുപോലെ മിക്സ്ചറിൻ്റെ മേലിലേക്കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ചാട്ട് മസാല അല്ലെങ്കിൽ ആംചൂർ പൗഡർ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അതൊന്നും എല്ലാവരുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ സേവ് പൂരി ഉണ്ടാക്കാം.